ചിൽഡ്രൻ, അടുത്ത് നമുക്ക് എക്സസൈസ് 11.3 നോക്കാം. അതിലത്തെ 7th ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക നോക്കാം. 7th ക്വസ്റ്റ്യൻ എന്താണ്? എ ക്ലോസ്ഡ് സിലിണ്ട്രിക്കൽ ടാങ്ക് ഓഫ് റേഡിയസ് 7 meter ആൻഡ് ഹൈറ്റ് 3 meter ഈസ് മെയ്ഡ് ഫ്രം എ ഷീറ്റ് ഓഫ് മെറ്റൽ. ഹൗ മച്ച് ഷീറ്റ് ഓഫ് മെറ്റൽ റിക്വയർഡ്? എന്താണ് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള എന്താ ഉണ്ടാക്കുന്നത്? ക്ലോസ്ഡ് ആയിട്ടൊരു സിലിണ്ട്രിക്കൽ ടാങ്ക് ഉണ്ടാക്കണം. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആ സിലിണ്ട്രിക്കൽ ടാങ്ക്. സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ ഷേപ്പ്. സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഷേപ്പ് ഇങ്ങനെ മുകളിലും താഴെയും സർക്കിളും ചുറ്റും ഒരു കേർവ്ഡ് ഫേസും ഉള്ളത് സിലിണ്ടറിന്. 3 ഫേസാണ് സിലിണ്ടറിലുള്ളത്. മുകളിലും താഴെയും സർക്കിളായിട്ടുള്ളൊരു ഫേസും ചുറ്റും ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഫേസും. ഈ കേർവ്ഡ് ഫേസിനെ നമ്മൾ ലാറ്റർ സർഫസ് അല്ലെങ്കിൽ കേർവ്ഡ് സർഫസ് എന്ന് പറയും. അപ്പോൾ 3 ഫേസാണ് സിലിണ്ടറിനുള്ളത്. ഈ സിലിണ്ടർ എങ്ങനത്തെയാന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സിലിണ്ടറാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ മുകളിലും അടപ്പുണ്ടാവണം, അടിയും ക്ലോസ് ആവണം. അപ്പോൾ ടോട്ടലായിട്ട് അടഞ്ഞ ഒരു സിലിണ്ടറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ ടാങ്ക് അതിൻ്റെ റേഡിയസ് എത്രയാണെന്നുള്ളത്? റേഡിയസ് എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്ന് ഇവിടെയുള്ള ഈ നീളം റേഡിയസ് എത്രയാണെന്നുള്ളത് 7 meter ആണ് തന്നിട്ടുണ്ട്. റേഡിയസ് 7 meter. പിന്നെന്താ തന്നിട്ടുള്ളത്? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എച്ച് അതെത്രയാണ് തന്നിട്ടുള്ളത്? 3 meter ആണ് തന്നിട്ടുണ്ട്. റേഡിയസ് 7 meterഉം ഹൈറ്റ് 3 meterഉം ഉള്ള സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു ടാങ്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ക്ലോസ്ഡ് ആയിട്ട് മെറ്റലുണ്ട്. ഹൗ മച്ച് ഷീറ്റ് ഓഫ് മെറ്റൽ റിക്വയർഡ്? ഇതുണ്ടാക്കാൻ എത്ര ഷീറ്റ് മെറ്റൽ ആവശ്യമുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ മുകളിലും താഴെയും സൈഡിലും മൊത്തമായിട്ട് എത്ര സർഫസ് ഏരിയ ഉണ്ട് ഈ സിലിണ്ടറിക്കൽ ടാങ്കിനെന്ന് കണ്ടുപിടിക്കണം. എന്നാലാണ് ആ സിലിണ്ടറിക്കൽ ടാങ്ക് ഉണ്ടാക്കാൻ എത്ര മെറ്റൽ നമുക്ക് ഈ മെറ്റൽ ഷീറ്റ് വേണമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതിൽ എന്താ കണ്ടുപിടിക്കുന്നത്? 6 തന്നിട്ടുണ്ട്, എച്ച് തന്നിട്ടുണ്ട്. 6 എന്ന് പറഞ്ഞാൽ റേഡിയസ്, എച്ച് എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ്. അപ്പോൾ നമുക്ക് എഴുതാം. 6 = എത്ര തന്നിട്ടുള്ളത്? 7 meter. റേഡിയസ് 7 meter. എച്ച് = എത്ര തന്നിട്ടുള്ളത്? 3 meter. ഹൈറ്റ് 3 meter. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ ഫോമിൽ എന്താ അതിൻ്റെ വരിക നമുക്ക് അറിയാം. നമ്മളിതൊക്കെ പഠിച്ചതാണ്. 2πr × r + h. r + h എന്ന് എഴുതിയാലും h + r എന്ന് എഴുതിയാലും കുഴപ്പമില്ല. 2πr × r + h. അതാണ് ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഫോമുല. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടി 6ഉം എച്ചും അറിഞ്ഞാൽ ഇതിൻ്റെ സർഫസ് ഏരിയ കണ്ട സിലിണ്ടറിക്കലായിട്ടുള്ള ലാറ്റർ സർഫസ് ഏരിയ ആയാലും ടോട്ടൽ സർഫസ് ഏരിയ ആയാലും 6ഉം എച്ചും അറിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 × പൈയുടെ വാല്യൂ നമുക്കറിയാം. പൈയുടെ വാല്യൂ എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് കോമൺ ആയിട്ട് അത് പഠിച്ചു വെക്കണം. 22/7. പൈയുടെ വാല്യൂ 22/7 ആണ്. അതെല്ലായിടത്തും നമ്മൾ സെയിം ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 22/7 × r. ആറിൻ്റെ വാല്യൂ 7 × r + h. 7 + h എത്രയാ? 3. അപ്പോൾ ഈ 7 + 3 എന്നുള്ളത് ബ്രാക്കറ്റിലിടണം. ഇവിടെ നമ്മൾ ഫോമുലയിലും അങ്ങനെയല്ലേ? r + h എന്നുള്ളത് ബ്രാക്കറ്റിലാണ്. അപ്പോൾ 6 7 h 3 അത് ബ്രാക്കറ്റിൽ തന്നെ ഇടണം. ബാക്കിയുള്ളതൊക്കെ എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് 2ൻ്റെ വാല്യൂ, ഇത് പൈയുടെ വാല്യൂ, ഇത് ആറിൻ്റെ വാല്യൂ, പിന്നെ ബ്രാക്കറ്റിൽ ആറിൻ്റെ വാല്യൂ, എച്ചിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബ്രാക്കറ്റിൽ തന്നെ ഇടണം. ഇനി നമുക്ക് ഇവിടെ ഇതെല്ലാം ഇൻറ്റു ആണ്. അപ്പോൾ നമുക്ക് ഈ 7ഉം കട്ടായി പോകും. പിന്നെ എന്തെങ്കിലും കട്ടാവാണ്ടോ? ഇല്ല. ഇനി നമുക്ക് എന്തൊക്കെയുള്ളത് നോക്കിയേ. 2 × 22. 2 × 22 എന്ന് പറഞ്ഞാൽ 44 അല്ലേ? 2നെ 22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 44 × 7ഉം 3ഉം കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടുക? 10. അപ്പോൾ 7ഉം 3ഉം കൂടി ആഡ് ചെയ്താൽ 10 കിട്ടുക. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ 44ഉം കിട്ടും, 7ഉം 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 10ഉം കിട്ടും. അപ്പോൾ 44 × 10 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 440. ഒരു 0 ഇട്ട് കൊടുത്താൽ പോരെ? അത്രയും m². ഏരിയ ആയതുകൊണ്ട് യൂണിറ്റ് m² എന്ന് എഴുതണം. 440 m² ആണ് എന്ത്? ഈ സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ. എന്തിനാ ഈ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടിട്ടുള്ളത്? ഈ സിലിണ്ടറിക്കൽ ടാങ്ക് ഉണ്ടാക്കാൻ എത്ര മെറ്റൽ ആവശ്യമുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര മെറ്റൽ ഷീറ്റ് ഉണ്ടായാലും അത് ഉണ്ടാക്കാൻ പറ്റുകയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടത്, ടോട്ടൽ ചുറ്റുമുള്ള ഏരിയ കണ്ടത്. അപ്പം നമുക്ക് എടുത്ത് എഴുതാം
എന്താ എഴുതുക, മെറ്റൽ ഷീറ്റ് റിക്വയർഡ് ഈക്വൽ ടു മെറ്റൽ ഷീറ്റ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു 440 മീറ്റർ സ്ക്വയർ. അപ്പോൾ 440 മീറ്റർ സ്ക്വയർ ആണ് ആ സിലിണ്ടറിക്കൽ ടാങ്ക് ഉണ്ടാക്കാൻ ആവശ്യമായ മെറ്റൽ ഷീറ്റ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ നോക്കാം. ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ ഹോളോ സിലിണ്ടർ ഈസ് 4224 സെൻറ്റിമീറ്റർ സ്ക്വയർ. ലാറ്ററൽ സർഫസ് ഏരിയ ആണത് ഹോളോ സിലിണ്ടർ. ഹോളോ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം തുറന്നിട്ടുള്ള തുറസായ ഒരു സിലിണ്ടർ. ഇറ്റ് ഈസ് കട്ട് അലോങ് ഇറ്റ്സ് ഹൈറ്റ്, അതിൻ്റെ ഹൈറ്റിൽ കൂടെ അത് കട്ട് ചെയ്യണം. ആൻഡ് ഫോംഡ് എ റെക്റ്റാങ്കുലർ ഷീറ്റ് ഓഫ് വിഡ്ത്ത് 33 സെൻറ്റിമീറ്റർ. അത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊരു റെക്റ്റാങ്കുലർ ഷീറ്റായി മാറി. അതിൻ്റെ വിഡ്ത്താണ് 33 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കുലർ ഷീറ്റ്. ആ റെക്റ്റാങ്കുലർ ഷീറ്റിൻ്റെ പെരിമീറ്റർ കാണാനാണ് പറഞ്ഞുള്ളത്. ഇപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനത്തെ ഒരു ഹോളോ സിലിണ്ടർ, ഇതൊരു ഹോളോ സിലിണ്ടറാണ് എന്ന് വിചാരിക്കുക. ഇതൊരു ഹോളോ സിലിണ്ടറാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ ഹോളോ സിലിണ്ടറിൻ്റെ എന്താ തന്നിട്ടുള്ളത്? ലാറ്ററൽ സർഫസ് ഏരിയ, ഈ ചുറ്റുമുള്ളത്, മുകളിലും അടിയിലും ടോപ്പിലും ബോട്ടത്തിലുള്ള ഏരിയ ഇല്ല. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുമുള്ള സർഫസ് ഏരിയയാണ്. ചുറ്റുമുള്ള കേർവ്ഡ് ആയിട്ടുള്ള സർഫസിൻ്റെ ഏരിയയാണ് ലാറ്ററൽ സർഫസ് ഏരിയ. അതാണ് തന്നിട്ടുള്ളത്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഹോളോ സിലിണ്ടറിനെ, ഇതല്ല ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ, ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഹൈറ്റ്. ഈ സിലിണ്ടറിനെ നമ്മൾ ഈ ഹൈറ്റിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്തു. ഇതിൽ കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതെന്തായി? ഒരു റെക്റ്റാങ്കുലർ ഷേപ്പായി. ഇത് കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ നിർത്തിയില്ലേ ഷീറ്റ്? ഇങ്ങനത്തെ ഒരു ഹോളോ സിലിണ്ടർ ആയിരുന്നു. അതിൻ്റെ ഹൈറ്റ് ഇതാണ്. ഈ ഹൈറ്റിൽ കൂടി അതിനെ കട്ട് ചെയ്തപ്പോൾ അത് നിവർത്തിയാൽ ഒരു റെക്റ്റാങ്കുലർ ഷീറ്റായി മാറി. ഇനി തന്നിട്ടുള്ളത് ഈ റെക്റ്റാങ്കുലർ ഷീറ്റിൻ്റെ വിഡ്ത്ത് 33 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ റെക്റ്റാങ്കുലർ ഷീറ്റിൻ്റെ വീതി 33 സെൻറ്റിമീറ്റർ തന്നിട്ടുള്ളത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഈ റെക്റ്റാങ്കുലർ ഷീറ്റിൻ്റെ പെരിമീറ്ററാണ്. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാൻ നമുക്കറിയാം 2 × L+B വെച്ചിട്ടാണ് കാണാം. ഈ എല്ലും ബി എന്താ? ബി എന്ന് പറയുന്നത് ഈ വിഡ്ത്താണ്, എൽ എന്ന് പറയുന്നത് ഈ നീളമാണ്. ഈ നീളം നമുക്കറിയില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഈ നീളവും ഈ വിഡ്ത്തും കിട്ടിയാൽ നമുക്ക് ഇതിൻ്റെ പെരിമീറ്റർ കണ്ടാൻ പറ്റുള്ളൂ. ആദ്യം ലെങ്ത്ത് കാണണം. ഇനി എന്താണ് പെരിമീറ്ററിൻ്റെ ഫോർമുല? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുള്ള ഈ ഡിസ്റ്റൻസ് ആണ് പെരിമീറ്റർ. ഇതിൻ്റെ പെരിമീറ്റർ കാണണമെങ്കിൽ ആദ്യം ഇതിൻ്റെ ലെങ്ത്ത് എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് അത് കണ്ടുപിടിക്കാം, എന്നിട്ട് വേണം പെരിമീറ്റർ കാണാൻ. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ഹോളോ സിലിണ്ടർ എത്രയാണ് തന്നുള്ളത്? 4224 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ലാറ്ററൽ സർഫസ് ഏരിയ സിലിണ്ടറിൻ്റെ. അപ്പം ഏരിയ ഓഫ് റെക്റ്റാങ്കുലർ ഷീറ്റ്, ഈ ഹോളോ സിലിണ്ടർ തന്നെയല്ലേ? ഈ ഹോളോ സിലിണ്ടറിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുമുള്ള ഏരിയയാണ് ലാറ്ററൽ സർഫസ് ഏരിയ. ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ നിവർത്തിയാൽ ഒരു റെക്റ്റാങ്കിളായി മാറുന്നു. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെയും ഏരിയ ഈ ലാറ്ററൽ സർഫസ് ഏരിയയും സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ലാറ്ററൽ സർഫസ് ഏരിയയുടെ ഈ അളവ് തന്നെയായിരിക്കും ആ റെക്റ്റാങ്കിൾ ഷീറ്റിൻ്റെ ഏരിയയും. അത് എന്തായിരിക്കും? 4224 സെൻറ്റിമീറ്റർ സ്ക്വയർ. രണ്ടും ഒന്ന് തന്നെയായത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? പിന്നെ സിലിണ്ടറിനെ നമ്മൾ കട്ട് ചെയ്ത് നിവർത്തിയപ്പോഴാണ് ആ റെക്റ്റാങ്കുലർ ഷീറ്റായി മാറി. അപ്പോൾ ഇതിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ ഇതാണെങ്കിൽ ആ ഷീറ്റിൻ്റെ ആ റെക്റ്റാങ്കുലർ ഷീറ്റിൻ്റെയും ഏരിയ ഇത് തന്നെയായിരിക്കും. അതേ സാധനം തന്നെയാണ് നമ്മൾ നിവർത്തിയത്. അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കുലർ ഷീറ്റ് ഇതാണ്. ഇനി റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് is equal to 4224. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ is equal to ദിസ് ആണെങ്കിൽ ഏരിയ കാണാനുള്ള ഫോർമുല ഇതാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് is equal to ദിസ്. എന്തിനാ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇവിടെ തന്നിട്ടുണ്ട്. അത് നിവർത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, അത് നിവർത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിഡ്ത്ത് 33 എന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കണ്ട, ഫോം എ റെക്റ്റാങ്കുലർ ഷീറ്റ് ഓഫ് വിഡ്ത്ത് 33 സെൻറ്റിമീറ്റർ. അപ്പോൾ ബ്രെഡ്ത്തിന് പകരം നമുക്ക് 33 എന്ന് എഴുതാം. ഈക്വൽ ടു 4224. അപ്പോൾ ലെങ്ത്ത് is equal to എനിക്ക് 4224 ഡിവൈഡഡ് ബൈ 33.
ഇത് RHSലേക്ക് പോകുമ്പോൾ പിന്നെ എന്താ പറയുക ഡിനോമിനേറ്ററിലേക്ക് പോകും. അതിനെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 4224 ഡിവൈഡഡ് ബൈ 33. അപ്പോൾ നമ്മൾ 42-ൽ 1 ടൈം പോവും 33. അപ്പോൾ റിമൈൻഡർ 9. അടുത്ത 2 ഇറക്കി എഴുതിയാൽ 92. 92-ൽ 2 ടൈംസ് പോവും 66. അപ്പോൾ ബാക്കി എത്ര വരും? 6 2. അടുത്ത 4 ഇറക്കിയതാ. ഇതിൽ 8 ടൈംസ് പോവും. 8 × 3 24. റിമൈൻഡർ 2. 8 × 3 24 + 2 26. അപ്പോൾ എത്ര കിട്ടുക? എൻ്റെ ആൻസർ ലെങ്ത് എത്ര കിട്ടുക? 128 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ലെങ്ത്ത് കിട്ടി. ബ്രെഡ്ത്ത് 33 ആണ്, ലെങ്ത്ത് 128 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി. ഇനി നമുക്ക് പെരിമീറ്റർ കാണാമല്ലോ. പെരിമീറ്റർ = perimeter of rectangle sheet. പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കുലർ ഷീറ്റ് കാണാൻ വേണ്ടി നമ്മൾ എന്താ 2 × L + B. അത് നമുക്കറിയാം. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല 2 × L + B ആണ്. അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. = 2 × L എത്രയാണ് നമ്മളിപ്പോൾ കിട്ടിയത്? 128 പ്ലസ് B എത്രയാണ്? അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 33. = 128ഉം 33യും കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടുക? = 2 × ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 161 എന്നാണ് കിട്ടുക. 128ഉം 33യും കൂടി ആഡ് ചെയ്യുമ്പോൾ 161. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 6 × 2 12. 322. 2 × 2 6 × 12 അത്രയും എന്താണ്? പെരിമീറ്റർ അല്ലേ? സെൻറ്റിമീറ്റർ. 322 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എത്ര കിട്ടിയത്? പെരിമീറ്റർ കണ്ടത് മനസ്സിലായല്ലോ. ലെങ്ത്ത് ഇവിടെ വെച്ചിട്ട് നമ്മൾ ലെങ്ത്ത് കണ്ടു, ബ്രെഡ്ത്ത് ഇവിടെ അറിയാം. 2 × L + B ആണ് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല. അതിൽ ഈ 128ഉം പിന്നെ 33 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് അവസാനം പെരിമീറ്റർ എത്ര കിട്ടുക? 322 സെൻറ്റിമീറ്റർ ആണ്. എന്ത്? ആ ഹോളോ സിലിണ്ടർ റെക്റ്റാങ്കുലർ ഷീറ്റാക്കി മാറ്റിയപ്പോൾ ഉള്ള പെരിമീറ്റർ. ഓക്കെ. 9th question. A road roller takes 750 complete revolution to make once over to level a road. ഒരു റോഡ് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് 750 കംപ്ലീറ്റ് റെവല്യൂഷൻ. റോഡ് റോളർ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വീല് 750 പ്രാവശ്യം റോൾ ചെയ്യണം ഒരു റോഡ് കംപ്ലീറ്റ് ലെവൽ ചെയ്യാൻ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റോഡ്. ഏരിയ ഓഫ് ദ റോഡ് എത്ര ഏരിയ അത് എന്താ പറയുക ലെവൽ ചെയ്തു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഏരിയ ഓഫ് ദ റോഡ് കാണണമെങ്കിൽ ആ റോഡിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ അറിഞ്ഞാലല്ലേ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇഫ് ദ ഡയമീറ്റർ ഓഫ് ദ റോഡ് റോളർ ഈസ് 84 സെൻറ്റിമീറ്റർ. ആ റോഡ് റോളറിൻ്റെ ഡയമീറ്റർ 84 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് 1 മീറ്റർ ആണ് തന്നിട്ട്. ആ റോഡ് റോളറിൻ്റെ ഡയമീറ്ററും ലെങ്ത്തും ആണ് തന്നിട്ടുള്ളത്. ആ റോഡ് റോളർ ഉപയോഗിച്ച് നമ്മൾ റോഡ് ലെവൽ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മാത്രമേ നമുക്കറിയുള്ളൂ, റോഡിൻ്റെ അറിയില്ല. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് റോഡിൻ്റെ എത്ര ലെവൽ ചെയ്തു, അത്ര ഏരിയ, എത്ര റോഡ് ലെവൽ ചെയ്തു, ആ ഏരിയ കണ്ടുപിടിച്ചുള്ളൂ. ഈ റോഡ് റോളറിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അത് 750 കംപ്ലീറ്റ് പ്രാവശ്യം റോൾ ചെയ്താലാണ് ഈ റോഡ് ലെവലാവുക. അങ്ങനെ വേണം നമ്മളതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ. അതായത് നമുക്ക് തന്നിരിക്കുന്ന റോഡ് റോളർ ഇതാന്ന് വരും. ഇതിൻ്റെയാണ് തന്നിട്ടുള്ളത്. ഇതൊരു സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു റോളറാണ്. ഇതിൻ്റെ ഡയമീറ്ററും തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട്. നമുക്കിത് വെച്ചിട്ട് നോക്കി നോക്കാം. അത്രയും മാത്രമേ അറിയുള്ളൂ. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ വരച്ചിരിക്കുന്ന ഏരിയയുടെ ഇതിൻ്റെ ഏരിയ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഒരളവും തന്നിട്ടില്ല. ഇതിൻ്റെ ഒരളവുകളും തന്നിട്ടില്ല. ഇതിൻ്റെ മാത്രമാണ് അളവ് തന്നിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതിൻ്റെ ഏരിയ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഒരളവ് വയ്ക്കും. അപ്പം ഇവിടെ വെച്ച് ഇത് കറക്റ്റ് ഈ ലെങ്ത്ത് ഇതിൻ്റെ അതേ റോളറിൻ്റെ ലെങ്ത്താണ്. അപ്പം നോക്കിയേ, ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ഈ വര ശ്രദ്ധിക്കുക. ഈ വര ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ഇത് റൗണ്ട് ചെയ്ത് വരുമ്പോൾ, ഒരു പ്രാവശ്യം കംപ്ലീറ്റ് റോൾ ചെയ്ത് വരുമ്പോൾ എന്താ വരിക? നമുക്ക് കംപ്ലീറ്റ് റോൾ ചെയ്ത് എത്തുമ്പോൾ ഇവിടെ വരെയുള്ള സ്പേസ് കവർ ചെയ്തു. ഇവിടെ വരെയുള്ള സ്പേസ് കവർ ചെയ്തു.
അപ്പോൾ ഇതിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ, ഈ ചുറ്റുള്ള കേർവ്ഡ് സർഫസ് ഏരിയ ആണ് ഇവിടുന്ന് ഒരു പ്രാവശ്യം കറങ്ങി വന്നപ്പോൾ ഇവിടെ വരെ എത്തിയത്. അതായത് നമ്മളിതിങ്ങനെ ചുറ്റി നോക്കിയാൽ ഈ കേർവ്ഡ് സർഫസ് ഏരിയ, ഇതിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ ആ പേപ്പറിൻ്റെ പിന്നെ ആ ഏരിയയും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ ഇതെന്ന് മനസ്സിലാക്കിയത്, ആ റോളറ് ഒരു പ്രാവശ്യം റെവല്യൂഷൻ ചെയ്തു വന്നപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ ലെവലായി എന്ന് വിചാരിക്കുക ആ റോഡിൻ്റെ. അപ്പം ഇതിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ കണ്ടാൽ ഇത്രയും സ്ഥലത്തിൻ്റെ ഏരിയ നമുക്ക് കിട്ടും. ഒരു പ്രാവശ്യം റോൾ ചെയ്ത് വന്നപ്പോൾ ഇവിടെ വരെയല്ലേ ലെവലായത്, ഒരു പ്രാവശ്യമാണ് റോൾ ചെയ്ത് വന്നത്, ഒരു പ്രാവശ്യം റോൾ ചെയ്ത് വന്നപ്പോൾ ഇതുവരെ ലെവലായി. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഈ റോളറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ട് 750 പ്രാവശ്യം റെവല്യൂഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ 750 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര ദൂരം റോഡ്, എത്ര ഏരിയ റോഡ് പിന്നെ ലെവൽ ചെയ്തു നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എഴുതാണ് ഡയമീറ്റർ ഓഫ് ദ റോഡ്. റോളറിൻ്റെ ഡയമീറ്റർ എത്ര തന്നിട്ടുള്ളത്, ഇതിൻ്റെ ഡയമീറ്റർ കംപ്ലീറ്റ് റെവല്യൂഷൻ മൂവ് ഡയമീറ്റർ 84 സെൻറ്റിമീറ്റർ. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിൻ്റെ പകുതിയല്ലേ റേഡിയസ്, 84/2. 84/2 എന്ന് പറഞ്ഞാൽ 8ൻ്റെ 4 2 42 സെൻറ്റിമീറ്ററാണ് റേഡിയസ് എന്നുള്ളത്. ഇനി ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്, റോളറിൻ്റെ ലെങ്ത്ത് 1 മീറ്റർ എന്ന് പറയും. ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ്, നമ്മൾ ഹൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് ബ്രാക്കറ്റിലിട്ട്. ലെങ്ത്ത് 1 മീറ്റർ, ഇത് സെൻറ്റിമീറ്ററിലാണ്, ഇത് മീറ്ററിലാണ്. അങ്ങനെ നമ്മൾ ഒരിക്കലും കാൽക്കുലേഷൻ ചെയ്യില്ല. 2 യൂണിറ്റിലാണെങ്കിൽ നിങ്ങൾ എപ്പോഴും കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എല്ലാം ഒരു യൂണിറ്റിലേക്ക് ആക്കി മാറ്റിയിട്ടേ കാൽക്കുലേഷൻ ചെയ്യാൻ പാടുള്ളൂ. ഒന്നെങ്കിൽ സെൻറ്റിമീറ്ററിലേക്ക് ആക്കണം അല്ലെങ്കിൽ മീറ്ററിലേക്ക് ആക്കണം. ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് ആക്കിയിട്ട് വേണം കാൽക്കുലേഷൻ ചെയ്യാൻ. അല്ലാണ്ട് കാൽക്കുലേഷൻ ചെയ്താൽ മൊത്തം തെറ്റിപ്പോവും. അപ്പോൾ ഈക്വൽ ടു നമുക്ക് മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കാം. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാണ്, അതിനെ 1നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സെൻറ്റിമീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ വേണ്ടി 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് അങ്ങനെയല്ലേ, 100 സെൻറ്റിമീറ്ററിൽ ഒരു മീറ്റർ. അപ്പോൾ ദിസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററാണ്. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ ആ റോളറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ദ റോളർ ഈക്വൽ ടു 2πRH. അതിൽ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എച്ചിൻ്റെ വാല്യൂ 100 ആണ്, ആറിൻ്റെ വാല്യൂ 42 ആണ്, പൈയുടെ വാല്യൂ 22/7 ആണ് നമുക്കറിയാം. അപ്പോൾ എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു 6 42 എച്ച് 100. അപ്പം നമുക്ക് കട്ട് ചെയ്ത് കളയാൻ എന്താ ഉള്ളത്, 7ഉം 42ഉം കട്ട് ചെയ്യാം. 7 ഇൻറ്റു 6 ആണ് 42, അപ്പോൾ 6 ടൈംസ്. ഇനി എന്താ കിട്ടുക, 2 ഇൻറ്റു 22 എന്ന് പറഞ്ഞാൽ 44 ഇൻറ്റു 6 ഇൻറ്റു 100. ഇതാണ് അതിൻ്റെ ആൻസർ. എത്ര, 44 ഇൻറ്റു 6 എത്ര കിട്ടുക, 6 ഇൻറ്റു 4 24, 2 24 + 2 26. അപ്പോൾ 264, പിന്നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 0 ഇട്ട് കൊടുക്കണം. അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയറിനാണ് എന്ത് കിട്ടിയത്, ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ദ റോളർ. ആ റോളറിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ, അതായത് ചുറ്റുമുള്ള കേർവ്ഡ് സർഫസ് ഏരിയ ഇത്രയാണ് കിട്ടിയത്. അപ്പോൾ 1 റെവല്യൂഷൻ ചെയ്യുമ്പോൾ എത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ റോഡ് ലെവലാവും, എത്ര സെൻറ്റിമീറ്റർ നമ്മൾ പറയുക, 26,400 സെൻറ്റിമീറ്റർ സ്ക്വയർ റോഡ് ലെവലാവും. അപ്പോൾ നമുക്ക് എഴുതാത് ഏരിയ ഓഫ് ദ റോഡ് covered in 1 complete revolution. Equal to 26,400 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ, ലാറ്ററൽ സർഫസ് ഏരിയ, കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ റോളർ എന്ന് പറയുന്നത് ഒരു റെവല്യൂഷൻ, അതായത് അതിൻ്റെ ചുറ്റുമുള്ള ഏരിയ അല്ലേ കണ്ടുപിടിച്ചപ്പോൾ ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഒരു റെവല്യൂഷൻ ചെയ്യുമ്പോൾ എത്ര ഏരിയ റോഡ് കവർ ചെയ്യും എന്നുള്ളത്. ഒരു റെവല്യൂഷൻ ഏരിയ ഓഫ് ദ റോഡ് കവേർഡ് ബൈ 1 കംപ്ലീറ്റ് റെവല്യൂഷൻ. ഒരു പ്രാവശ്യം ആ റോളർ കറങ്ങുമ്പോൾ ഇത്രയും ഏരിയ റോഡ് ലെവലാവും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ടോട്ടൽ എത്ര റോഡ് ലെവലാവും, എത്ര റെവല്യൂഷൻ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ദ റോളർ ടേക്സ് 750 കംപ്ലീറ്റ് റെവല്യൂഷൻ ടു മൂവ് 1/2 ടു ലെവൽ ദ റോഡ്. അപ്പോൾ
റോഡ് ലെവൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു റെവല്യൂഷനെ 750 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുമെന്ന് നോക്കണം. ഈക്വൽ ടു, അതായത് നമ്മൾ ഒരു റെവല്യൂഷന് 26,400 cm² ആണ്. അപ്പോൾ ഏരിയ ഓഫ് റോഡ് കവേർഡ് 750 കംപ്ലീറ്റ് റെവല്യൂഷൻ. അപ്പോൾ ഇതിനെ 750 കൊണ്ട്, ഒരെണ്ണത്തിനുള്ളതിനെ 750 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 750 ഇൻറ്റു 26,400 ഈക്വൽ ടു, ഈ 750നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 264 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 0, 20 28 + 2 30. അപ്പോൾ 0, 5 30, റിമൈൻഡർ 3, 42 + 3 45, 2 × 0 0, 10, 1 റിമൈൻഡർ 1, 14 + 1 15, 0 0 0 8 9 1. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? ഈക്വൽ ടു 19830. പിന്നെ അത് ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. പിന്നെ 2 0 കൂടി ഉണ്ട്, അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. അത്രയും cm², ഇത്രയും cm² കിട്ടും. അത്രയും ഏരിയ റോഡാണ് 750 കംപ്ലീറ്റ് റെവല്യൂഷൻ കൊണ്ട് ലെവലായത്. ഇത് cm²ലാവുമ്പോൾ വലിയൊരു നമ്പറാണ്, നമുക്കത് m²ലേക്ക് ആക്കാം. ഇനി നമുക്ക് വേറൊരു കാര്യം അറിയണം. നിങ്ങൾ 100 cm ആണ് 1 മീറ്റർ. പക്ഷേ അപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കണേ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പക്ഷേ cm²നെ m²ലേക്ക് ആക്കി മാറ്റാൻ 200 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിനെ 198 എത്ര 0 ഉണ്ട്? 50 ഡിവൈഡഡ് ബൈ 200 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. cm²നെ m²ലേക്ക് ആക്കണമെങ്കിൽ 200 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര 0 പോവും? 4 0 പോവും. അപ്പോൾ ബാക്കി എത്രയുള്ളത്? 1980 m². അപ്പോൾ cm², m² ആയി മാറി. 1980 m² റോഡാണ് 750 കംപ്ലീറ്റ് റെവല്യൂഷൻ കൊണ്ട് നമ്മൾ ലെവൽ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. എ കമ്പനി പാക്കേജസ് ഇറ്റ്സ് മിൽക്ക് പൗഡർ ഇൻ എ സിലിണ്ടറിക്കൽ കണ്ടെയ്നർ. ഒരു കമ്പനി മിൽക്ക് പൗഡർ സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു കണ്ടെയ്നറിലാണ് പാക്ക് ചെയ്യുന്നത്. ഹുസ് ബേസ് ഹാസ് ഡയമീറ്റർ 14 cm. അതിൻ്റെ ഡയമീറ്റർ, അതായത് ഇതിൻ്റെ ഈ ഡയമീറ്റർ എത്ര? 14 cm ആണ്. പിന്നെന്താ ഉള്ളത്? ആൻഡ് ഹൈറ്റ് 20 cm. ഇതിൻ്റെ ഹൈറ്റ് 20 cm ആണ്. കമ്പനി പ്ലേസ്ഡ് എ ലേബൽ അറൗണ്ട് ദ സർഫസ് ഓഫ് ദ കണ്ടെയ്നർ. ഇതിൻ്റെ ചുറ്റും ഒരു കമ്പനി ഒരു ലേബൽ ഒട്ടിച്ചിട്ടുണ്ട്. അതായത് ഈ കണ്ടെയ്നറിലാണ് മിൽക്ക് പൗഡർ വരുന്നത്. അതിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 14 cm. പിന്നെ ഹൈറ്റ് തന്നിട്ടുണ്ട്, ഈ ബോട്ടിലിൻ്റെ ഹൈറ്റ് 20 cm തന്നിട്ടുണ്ട്. പിന്നെ ആ കമ്പനി ഒരു ലേബൽ ഒട്ടിച്ചിട്ടുണ്ട് ഇതിൻ്റെ കണ്ടെയ്നറിൻ്റെ പുറത്ത്, മിൽക്ക് പൗഡർ മിൽക്ക് എന്ന് പറഞ്ഞ കണ്ടെയ്നർ. ഇഫ് ദ ലേബൽ ഈസ് പ്ലേസ്ഡ് 2 cm ഫ്രം ടോപ്പ് ആൻഡ് ബോട്ടം. ഇവിടുന്ന് ബോട്ടത്തുനിന്ന് ഇവിടേക്ക് 2 cm, ടോപ്പിൽ നിന്ന് ഇങ്ങോട്ട് 2 cm. ടോപ്പ് ആൻഡ് ബോട്ടം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ലേബൽ? ഈ ലേബലിൻ്റെ ഏരിയയാണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ലേബൽ ഒട്ടിച്ചിരിക്കുന്നത് ഈ ടിന്നിന് മൊത്തമല്ല, ടിന്നിൻ്റെ മൊത്തം കേർവ്ഡ് സർഫസിൽ ഒട്ടിച്ചിട്ടില്ല. താഴത്ത് നിന്ന് 2 cm, ടോപ്പിൽ നിന്ന് 2 cm വിട്ടിട്ട് നടുവിലായിട്ടാണ് ആ ലേബൽ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞതുള്ള ഈ ലേബലിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതായത് ഈ ലേബൽ ഒട്ടിച്ചിരിക്കുന്ന ഈ ടിന്നിൻ്റെ ചുറ്റുമാണല്ലോ. അപ്പോൾ ഈ ടിന്നിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ആ കേർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഈ ടിന്നിൻ്റെ ടോട്ടൽ ഹൈറ്റ് 20 cm ആണ്. പക്ഷേ ഈ ലേബലിന് 20 cm ഹൈറ്റ് ഇല്ല. ഇവിടുന്ന് ഇങ്ങോട്ട് 2 കുറവാണ്, ഇവിടുന്ന് ഇങ്ങോട്ടും 2 കുറവാണ്. അപ്പോൾ ഈ 20ൽ നിന്ന് എത്ര മൈനസ് ചെയ്യണം? 4 മൈനസ് ചെയ്യണം. അതായത് ലേബലിന് ഹൈറ്റ് എത്ര ഉണ്ടാവുള്ളൂ? 20 ഉണ്ടാവില്ല, 16 ഉണ്ടാവുള്ളൂ. ഇവിടെ 2, ഇവിടെ 2 കുറഞ്ഞു പോകും. അപ്പോൾ 16 ലേബലിന് ഹൈറ്റ് ഉണ്ടാവുള്ളൂ. റേഡിയസ് പിന്നെ സെയിം തന്നെയായിരിക്കും. ഇത് ഡയമീറ്റർ ആണ്, റേഡിയസ് അപ്പോൾ 7 ആണ്. ആ റേഡിയസ് ഇതിൻ്റെ ചുറ്റും തന്നെയല്ലേ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് സെയിം തന്നെ എടുക്കാം. അപ്പോൾ റേഡിയസ് 7ഉം ഹൈറ്റ് 16 എടുത്തിട്ട് ഈ സിലിണ്ടറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടാൽ ഈ ലേബലിൻ്റെ ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം എന്താ എഴുതണം? ഡയമീറ്റർ ഓഫ് ലേബൽ.
ഓഫ് ഏതിൻ്റെ ഡയമീറ്റർ ഓഫ് ലേബലിൻ്റെ അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടോ. ഡയമീറ്റർ ഓഫ് ലേബൽ എത്ര 14 സെൻറ്റിമീറ്റർ. അപ്പോൾ റേഡിയസ് എത്രയാണ്? റേഡിയസ് ഇസ് ഈക്വൽ ടു 14/2. 14/2 എന്ന് പറഞ്ഞാൽ 7 സെൻറ്റിമീറ്റർ. റേഡിയസ് 7. ഹൈറ്റ് ഓഫ് ലേബൽ ലേബലിൻ്റെ ഹൈറ്റ് എത്ര കിട്ടുക നമുക്ക്? ആകെ ഉള്ളത് 20ആണ്. 20ന്ന് എന്ത് മൈനസ് ചെയ്യണം? ഇവിടെ 2 ഇവിടെ 2. 20ന്ന് 2 + 2 മൈനസ് ചെയ്യണം, അതായത് 4 മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടുക? 20 - 4. 20 - 4 എന്ന് പറഞ്ഞാൽ 16 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് 16 സെൻറ്റിമീറ്റർ, റേഡിയസ് 7 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് സർഫസ് ഏരിയ കാണാം. ഏരിയ ഓഫ് ലേബൽ ഈസ് ഈക്വൽ ടു 2πRh ആണ്. സിലിണ്ടറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ 2πRh ആണ്. ആ കേർവ്ഡ് സർഫസ് ഏരിയയിലാണ് ലേബൽ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ 2 × പൈയുടെ വാല്യൂ 22/7 × R നമുക്ക് 7ആണ് കിട്ടിയിട്ടുള്ളത്. H എത്ര? 16ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 7ഉം 7ഉം കട്ട് ചെയ്ത് പോയി. പിന്നെ എന്താ ഉള്ളത്? 2 × 22 എന്ന് പറഞ്ഞാൽ 44 × 60. 44നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുക? 24 റിമൈൻഡർ 2. 24 + 2 26. മറ്റേത് 4 10 9. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 6 + 1 7. 704. അത്രയും എന്താണ്? സെൻറ്റിമീറ്റർ സ്ക്വയർ. സെൻറ്റിമീറ്റർ അല്ലേ? സെൻറ്റിമീറ്റർ സ്ക്വയർ 704. അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയറാണ് എന്ത്? ഏരിയ ഓഫ് ലേബൽ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ആ ഹൈറ്റും ആ ഏരിയയും ആ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ലേബലിൻ്റെ മാത്രം കുറച്ചിട്ട് ലേബലിൻ്റെ മാത്രം കേർവ്ഡ് സർഫസ് ഏരിയ കണ്ടപ്പോൾ നമുക്ക് ലേബലിൻ്റെ ഏരിയ കിട്ടി. അതെത്ര കിട്ടിയത്? 704 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിലെ ഈ എക്സസൈസ് കഴിഞ്ഞു. അപ്പോൾ ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു.